ഫ്ലാറ്റിൻ്റെ വാതിലിൽ ആരോ തുരുതുരെ തട്ടി. അകത്തുനിന്ന് ഒരാൾ വാതിൽ തുറന്നു. ദീപുവോ? കേറിവാടാ. അകത്ത് കയറിയതും ദീപു ചുറ്റിലും ഒന്ന് കണ്ണോടിച്ചു. കിരൺ, എന്താ ഇത്? എത്ര വൃത്തിഹീനമാണ് ഇവിടെ. ഇവിടെയാണോ നീ താമസിക്കുന്നത്? ദീപുവിൻ്റെ ചോദ്യം കിരൺ കേൾക്കാഞ്ഞതല്ല. പക്ഷേ അവൻ മറുപടി പറഞ്ഞില്ല. ഫ്രിഡ്ജിൽ നിന്നും വെള്ളം എടുത്തു കുടിച്ച് സോഫയിൽ വാരി വലിച്ചിട്ട തുണികൾ ഒരു മൂലയിലേക്ക് മാറ്റി. വാ, ഇവിടെ ഇരിക്കെ. ദീപു സോഫയിലിരുന്നു. എന്തു പറ്റി കിരൺ നിനക്ക്? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ക്ഷീണം കവർന്നെടുത്ത കണ്ണുകൾ വലിച്ചു തുറന്നു കിരൺ ദീപുവിനെ നോക്കി. ഈ ചോദ്യം കഴിഞ്ഞ 3 വർഷങ്ങളായി ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര ചോദിച്ചിട്ടും എനിക്ക് ഉത്തരം കിട്ടുന്നില്ല. കിരണിൻ്റെ മാനസികാവസ്ഥ ദീപുവിന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ശരി, നീ പോയി കുളിച്ച് റെഡിയായി വാ. അപ്പോഴേക്കും ഞാനിവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാം. തൽക്കാലം കിരൺ ദീപുവിനെ അനുസരിച്ചു. വരുമ്പോഴേക്കും റൂമെല്ലാം വൃത്തിയാക്കി ദീപു. കുളി കഴിഞ്ഞെത്തിയ കിരൺ ഒരു നരച്ച ഷർട്ട് ആണ് ധരിച്ചിരുന്നത്. കിരൺ, ഈ ഷർട്ട് ഇട്ടിട്ടാണോ നീ പുറത്തേക്ക് വരുന്നത്? ആളുകൾ കണ്ടാൽ എന്താ വിചാരിക്കുക? ആളുകളുടെ കാര്യം വിട്. നീ സ്വയം നിന്നെ കണ്ണാടിയിൽ നിന്ന് നോക്ക്. എന്താ നിൻ്റെ കോലമെന്ന്. ഷർട്ടിൻ്റെ ബട്ടൺസ് പതിയെ ഇട്ടുകൊണ്ട് കിരൺ സോഫയിൽ വന്നിരുന്നു. കണ്ണാടിയൊക്കെ കണ്ട കാലം മറന്നു. ഒന്നും മിണ്ടാതെ ദീപു റൂമിലേക്ക് നടന്നു. ഒരു ഷർട്ടുമായി തിരികെ വന്നു. കിരൺ, അത് മാറ്റിയിട്ട് ഈ ഡ്രസ്സ് ധരിക്ക്. ദീപുവിനെ കിരൺ അനുസരിച്ചു. അവർ ഇരുവരും പുറത്തേക്കിറങ്ങി. ദീപുവിൻ്റെ ബൈക്കിൻ്റെ പുറകിൽ കിരൺ ശാന്തമായിരുന്നു. കിരൺ, നിനക്കെന്താ കഴിക്കാൻ വേണ്ടത്? എന്തായാലും മതി. ഇഷ്ടങ്ങളൊന്നും ഇല്ലാതെയായോ കിരൺ? ആ ചോദ്യത്തിന് അവൻ മറുപടി പറഞ്ഞില്ല. ഒരു ഹോട്ടലിന് മുന്നിൽ വണ്ടി നിർത്തി. ടേബിളിൽ ഭക്ഷണം നിരന്നു. എന്നാൽ അത് കഴിക്കാൻ അവൻ മടിച്ചു. കിരൺ, കഴിക്ക്. നിൻ്റെ ശരീരമൊക്കെ പോയി തുടങ്ങി. നീ വീട്ടിലേക്കൊന്നും വിളിക്കാറില്ലേ? ഇല്ല. മനസ്സിലായി. ഇന്നലെ നിൻ്റെ അമ്മ എന്നെ കാണാൻ വന്നിരുന്നു. കഷ്ടമാണ് കിരൺ അവരുടെ അവസ്ഥ. നീ ഇങ്ങനെ സൈലൻ്റ് ആകുന്നത് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് അവരെയാണ്. നീ അച്ചുവിനെ വിളിച്ചിരുന്നോ? ഞാൻ വിളിച്ചില്ല, പക്ഷേ അവൾ എന്നെ വിളിച്ചിരുന്നു. ഏതോ ബുക്ക് വാങ്ങാൻ പൈസ വേണമെന്ന് പറഞ്ഞു. ആ സമയം എൻ്റെ മൈൻഡ് അത്ര ശരിയായിരുന്നില്ല. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, പക്ഷെ ഞാൻ പൈസ ഇട്ട് കൊടുത്തു. അവളത് അതുപോലെ തന്നെ തിരിച്ചു തന്നു. എൻ്റെ പൈസ അവൾക്ക് വേണ്ടത്രേ. വേണ്ടെങ്കിൽ വേണ്ട. ദീപുവിന് അല്പം ദേഷ്യം വന്നു. കണ്ടോ, ഇതാണ് നിൻ്റെ മനസ്സ്. നീ വഴക്ക് പറഞ്ഞതിൽ പിന്നെ അച്ചു മര്യാദയ്ക്ക് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. അമ്മയാണ് എന്നോട് പറഞ്ഞത്. എന്തിനാ കിരൺ നീ അവരെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ഭക്ഷണം മതിയാക്കി കിരൺ എഴുന്നേറ്റു. ഒപ്പം ദീപുവും. അറിഞ്ഞുകൊണ്ട് ഞാൻ അവരെ വേദനിപ്പിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ദീപു? മാറാൻ ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് കഴിയുന്നില്ല. മറ്റുള്ളവർക്ക് മുന്നിൽ ഞാൻ ചിരിക്കുന്നത് പോലും അഭിനയമാണ്. ഒന്ന് ഉറങ്ങാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ലീവായി ജോലി വരെ പോകുന്ന അവസ്ഥയിലായി. നിൻ്റെ അവസ്ഥ എന്താകുമെന്ന് ഞാൻ ഊഹിച്ചിരുന്നു, പക്ഷേ അത് ഇത്ര ഗുരുതരമായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. പക്ഷെ കിരൺ, നീ ഒന്ന് വിളിച്ചിരുന്നുവെങ്കിൽ ഞാൻ വന്നേനെ. ഓർമ്മയിൽ അങ്ങനെ മുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നിന്നെപ്പോലും ഞാൻ ഓർത്തില്ല എന്നതാണ് സത്യം. ചോദിക്കാൻ മറന്നു, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ആ ചോദ്യത്തിൽ ദീപുവിൻ്റെ മുഖമൊന്ന് വിളറി. മനഃപൂർവ്വം അറിയിക്കാതിരുന്നതാ ഞാൻ. പരിഭവം തോന്നരുത് കിരൺ. നിൻ്റെ അന്നത്തെ അവസ്ഥയിൽ അതും കൂടി പറയാൻ തോന്നിയില്ല. അമ്മ മരിച്ചു. ദീപു. കിരണിൻ്റെ കണ്ണുകൾ കലങ്ങി മറിഞ്ഞു. പറയാത്തത് ഒരു കണക്കിന് നന്നായി. നാട്ടിലായിരുന്നു അടക്കം? അതെ. നിൻ്റെ അനിയത്തിയോ? തറവാട്ടിൽ ആരുമില്ല, അതുകൊണ്ട് ഹോസ്റ്റലിലാക്കി. അവൾക്കും അവിടെയാണ് ഇഷ്ടം. ഇരുവരും അല്പം മൗനമായി നടന്നു. ശേഷം, കിരൺ, ഞാനൊന്ന് ചോദിക്കട്ടെ? വർഷം 3 കഴിഞ്ഞില്ലേ? മറന്നുകൂടെ നിനക്ക്? ജീവിതം ഇനിയും ബാക്കിയുണ്ട്. ഒരു ചെറു പുഞ്ചിരിയോടെ കിരൺ ദീപുവിനെ നോക്കി. ഓരോ നിമിഷവും എൻ്റെ മനസ്സമാധാനം ഇല്ലാതാക്കുന്നത് ആ ഒരു വാചകമാണ്. ജീവിതം ഇനിയും ബാക്കിയുണ്ട്.